നമസ്കാരം. വെൽക്കം ടു പ്രെപ് സ്കെയിൽ. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് അനാലിസിസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഓരോ വർഷവും ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നു എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് അറിയാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ കുറിച്ചും കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. അതിൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ് എങ്ങനെ, ടോപ്പിക് സെലക്ഷൻ പാറ്റേൺ എങ്ങനെ, ആ, എങ്ങനെയാണ് ടോപ്പിക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ പഠിക്കാൻ കുറേ കൂടി എളുപ്പമായിരിക്കുമല്ലോ, നമുക്ക് പ്രിപ്പയർ ചെയ്യാനും ഒന്ന് ഒരുങ്ങിയിരിക്കുക എന്ന് പറയല്ലോ നമ്മൾ. ഏകദേശം നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ, എന്തൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം 2016 മുതൽ 2025 വരെയുള്ളത് നോക്കാം. 2014 നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം പഴയതല്ലേ, മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു കുറച്ചെണ്ണം മാത്രം വെച്ചേക്കുന്നത്, ഈ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ചേക്കുന്നത്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക, അതുപോലെ ടോപ്പിക് സെലക്ഷൻ്റെ ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്ന് മനസ്സിലാക്കുക, അതുപോലെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, കറണ്ട് അഫയേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തീംസ് ഏതൊക്കെ, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അതുപോലെ 2026 പോസിബിൾ ആയിട്ടുള്ള സാധ്യതയുള്ള ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇതുവരെയുള്ളത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി കൂടുതൽ അങ്ങോട്ടുള്ള കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാച്ചിൽ ക്ലാസ്സിൽ അങ്ങോട്ട് മുൻപോട്ട് പറഞ്ഞു പോവാം, പ്രിപ്പയർ ചെയ്ത് പോവാം എന്നുള്ളതാണ്. അപ്പോൾ അസസ്മെൻറ്റ് പാറ്റേൺ, അല്ലെങ്കിൽ നമ്മൾ ഈ എക്സാമിനെ കുറിച്ച് നോക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് സ്കില്ല് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ അനലിറ്റിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സോഷ്യൽ അവയർനെസ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടോ, നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളത് അവർക്കറിയണം. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോഴാണ് ഇങ്ങനെ. ഓക്കെ, പിന്നെ എക്സാം പാറ്റേണിൻ്റെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ 2016 അതൊരു ലെറ്റർ റൈറ്റിങ്ങും പ്രസി ആൻഡ് എസ് എ വരുന്ന 40 മാർക്കിൻ്റെ എക്സാം ആയിരുന്നു. 2019 2020 സെയിം ഒരേ സ്റ്റൈലുള്ള എക്സാം ആയിരുന്നു. 2022 ഈ ലെറ്റർ റൈറ്റിംഗ് മാറിയിട്ട് അവിടെ കോംപ്രിഹെൻഷൻ വരുന്നത്. അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ലോങ് എസ് എ, ഈ 250 വേർഡ്സിൽ ഉണ്ടായിരുന്ന എസ് എ മാറിയിട്ട് 150 വേർഡ്, 150 വാക്കുകളിൽ വരുന്ന 2 ഷോർട്ട് എസ് എ വരുന്നത് 2022 2024 സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. സോ ഹൈക്കോർട്ടിൻ്റെ അല്ലെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ അവരൊരു ഫോർമൽ ലെറ്റർ ഡ്രാഫ്റ്റിംഗ് ഒഴിവാക്കി, അതുപോലെ ലോങ് എസ് എ എന്ന് പറയുന്നത് ഒഴിവാക്കി. പകരം കോംപ്രിഹെൻഷൻ വന്നിട്ടുണ്ട്, അനലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രക്ചർഡ് എസ് എ വന്നിട്ടുണ്ട്, അതുപോലെ കണ്ടംപററി അവയർനെസ്, ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള രീതിയിലോട്ട് എക്സാം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. പിന്നെയാണ് നോക്കേണ്ട കാര്യം കോട്ട്. നിങ്ങൾക്ക് കാര്യങ്ങളെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഇംഗ്ലീഷിലുള്ള ഒരു പാസേജ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു കഥ പോലെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ്, ആ കണ്ടന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ആ കോംപ്ലക്സ് മെറ്റീരിയലുകൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഈ ആക്യുറേറ്റ് ആയിട്ട് സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പ്രിസീവ് ചെയ്യുന്നില്ലേ, അപ്പോൾ അതുപോലെ. പിന്നെ ബാലൻസ്ഡ് ഒപ്പീനിയൻസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എസ് എ ഒക്കെ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക്, ഈ സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഈ സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാളെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ജോലിക്ക് ആവശ്യം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പ്രിസിയുടെ ട്രെൻഡ് നോക്കാം. നമുക്ക് ഈ ജസ്റ്റ് ട്രെൻഡ് പറഞ്ഞിട്ട് പോവാം. അതിനുശേഷം നമുക്ക് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കാം. അപ്പോൾ എല്ലാ വർഷവും പാസേജ് എങ്ങനെ മാറി വരുന്നു എന്നുള്ളതാണ്. നോൺ പൊളിറ്റിക്കലായിട്ട് മാറുന്നുണ്ട്. നമ്മളൊരു പ്രസ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു എസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മളും ഒന്ന് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോവാം. അവരിൽ വരുന്ന മാറ്റം അതുപോലെ തന്നെ നമ്മളും ഒന്ന് ഫോളോ ചെയ്ത് പോവാം. ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ മാഗസിൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസിൽ നിന്നൊക്കെയുള്ള ഭാഗങ്ങൾ നമുക്ക് പ്രസ് എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രിപ്പറേഷനും നമ്മൾ ആ ഒരു സ്റ്റൈലിൽ ഒക്കെ തന്നെയാണ് നമ്മളും ഇവിടുത്തെ നമ്മുടെ ബാച്ചുകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ കോംപ്രിഹെൻഷൻ അനാലിസിസ് 2 വർഷമായിട്ടേ ഉള്ളൂ. 2022 2024 കോംപ്രിഹെൻഷൻ അനാലിസിസ് ഉണ്ടായിരുന്നത്. 2022 ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് ഡിഫെൻസ് ലോ ആയിരുന്നു. 2024 അത് വയലൻസ് അഗെയിൻസ്റ്റ് വിമനായി. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഒന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ക്വസ്റ്റ്യനിലുണ്ട്, ജുഡീഷ്യറി അല്ലെങ്കിൽ ലോയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് നോക്കാം, ഓരോ വർഷത്തെ നോക്കിയേക്കാം. അതുപോലെ എസ് എ ടോപ്പിക് സെലക്ഷനകത്തുള്ള പാറ്റേൺ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ്. നമുക്ക് ഓരോ വർഷത്തെ എസ് എ ടോപ്പിക്കുകൾ നോക്കുന്ന സമയത്തും ഒന്നുകൂടെ പറയാം. കാരണം ഇതൊരു ഒറ്റ ടോപ്പിക്കല്ല, ഇതിനകത്ത് 1-2 ഘടകങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് വരുന്ന സ്ഥലത്ത് അതൊരു കറണ്ട് അഫെയറും കൂടെ ലിങ്ക് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ ജുഡീഷ്യറിയും കൂടെ ലിങ്ക് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്.
ഇപ്പോൾ 2016 2024 ടെക്നോളജി ബേസ്ഡ് അല്ലെങ്കിൽ ടെക്നോളജിക്ക് കുറിച്ച് കുറച്ച് ധാരണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും എന്തെങ്കിലുമൊക്കെ എഴുതി ഫലിപ്പിക്കാനും പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നേ. പിന്നെ 2016 19 2022 എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എൻവയോൺമെൻ്റ് ആയിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് 2019 2024. അതിനെ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് എഴുതാവുന്നതാണ്. എഴുതുന്ന സമയത്ത് നമുക്ക് ഇന്ന് എങ്ങനെ വേണമെങ്കിലും ലിങ്ക് ചെയ്ത് എഴുതാം. നമ്മൾ ചോദ്യം അല്ലെങ്കിൽ എസ്സേയുടെ ടോപ്പിക് എന്താണ് എന്നുള്ളതാണ്. 2022 2024 നമ്മളെ പുതിയ പാറ്റേണിൽ വന്നതിന് ശേഷം 2 തവണ ലോ ആൻഡ് ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേ ടോപ്പിക് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അവിടെ 2019 ശേഷം 4 എക്സാമിലും 19, 20, 22, 24 ഈ എക്സാമുകളിലൊക്കെ തന്നെ ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേ ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലായല്ലോ, നമ്മൾ ലോ ആൻഡ് ജുഡീഷ്യറി ആൻഡ് കറണ്ട് അഫയേഴ്സിനെ ലിങ്ക് ചെയ്ത് അത് രണ്ടും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെയാണ് ഈ ഡിഫിക്കൽട്ടി ട്രെൻഡും വരുന്നത്. ഡിഫിക്കൽട്ടി ട്രെൻഡ് നോക്കുന്ന സമയത്ത് 2016 എക്സാം നമുക്ക് താരതമ്യേന എളുപ്പമാണ് എന്ന് നമ്മളിപ്പോൾ നോക്കുമ്പോൾ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന നോക്കുമ്പോൾ അത് എളുപ്പമായിരുന്നു. 2019 താരതമ്യേന കുറച്ചുകൂടെ കടുപ്പായി. അത് 2016 അപേക്ഷിച്ചിട്ടാണ്. ഈ 2020 വരെയുള്ള എക്സാമുകളൊക്കെ അത്രത്തോളം ടഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും അതിൻ്റെ ആ ഒരു ടഫ്നെസ് കൂടി വരുന്നുണ്ട്. ഓരോ വർഷവും ആ ഏരിയകളൊക്കെ മാറി വരുന്നതും ചോദ്യങ്ങളൊക്കെ മാറി വരുന്നതും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഹയർ സ്റ്റാൻഡേർഡ്സിലോട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. അതായത് നോളജിൽ നിന്ന് മാറിയിട്ട് അനാലിസിസ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് അനലിറ്റിക്കൽ സ്കില്ലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടോ എന്നുള്ളതല്ല, നിങ്ങൾ അവിടെ അറിവില്ലല്ലോ, നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണോ ആ ജോലിക്കുള്ള സ്കില്ലുകളും അതിന് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള അറിവും നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ കോട്ട് ഒരു കാൻഡിഡേറ്റ് ഹു ക്യാൻ തിങ്ക് എന്നുള്ളതാണ്. തിങ്ക് ആൻഡ് അനലൈസ് എന്ന് പറയാം, അനാലിസിസ് എന്ന് പറയാം. അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ് ഉള്ളവരാണോ. അവിടെയാണ് നമ്മൾ 2026 നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിക് പ്രിപ്പറേഷന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വളരെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇപ്പോൾ ജുഡീഷ്യറി ആൻഡ് ടെക്നോളജി അതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മളൊരു കറണ്ട് അഫയേഴ്സിലോ കഴിഞ്ഞൊരു 3-4 വർഷത്തിൽ സംഭവിച്ച കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തും ചോദിക്കാറുണ്ട്. നമ്മൾ എല്ലാ വർഷവും പുതിയ ചോദ്യങ്ങളൊന്നുമല്ല, നമുക്കത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. പാൻഡമിക്കിനെ കുറിച്ച്, കോവിഡിനെ കുറിച്ചുള്ള ചോദ്യവും ആ ചോദ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷവും അതേ ചോദ്യം തന്നെ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു തവണ പ്രിപ്പയർ ചെയ്താൽ നമുക്കിതെല്ലാം ഒന്നിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് യൂഷ്വലി ഉണ്ടാവുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് ഒബ്ജക്റ്റീവിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പോലെയൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളതിനേക്കാളും നിങ്ങൾ എഴുതുന്നത് വളരെ ക്ലിയർ ആണോ, കറക്റ്റാണോ, കൃത്യമാണോ, ഗ്രാമർ അല്ലെങ്കിൽ വൊക്കാബുലറി ഒക്കെ കറക്റ്റാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും ഒരു സ്കില്ലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടോപ്പിക്കിലും കുറച്ചുള്ള ഏത് ടോപ്പിക്കിൽ നമുക്ക് ചെറിയ അറിവുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് എഴുതി ഫലിപ്പിച്ച് വെക്കാൻ പറ്റും. സോ അങ്ങനെ തന്നെയാണ് നമ്മുടെ കോഴ്സുകളൊക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഗവേണൻസ്, എഡ്യൂക്കേഷൻ, എക്കോണമി ഒക്കെ സാധ്യതകളുള്ള, നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയകളാണ്. ഇനി നമുക്ക് ഓരോ വർഷവും നോക്കാം. ഓരോ വർഷത്തെയും ക്വസ്റ്റ്യനിൽ എന്തൊക്കെയായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കിയേക്കാം. 2016 നമ്മൾ ആദ്യം നോക്കുന്നത്. 2016 പ്രസി റൈറ്റിങ്ങിന് ഉണ്ടായിരുന്ന പാസേജാണിത്. സോ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇത് ഈസി ആവുന്നത് ടഫ് ആവുന്നത് എന്ന് നമ്മൾ ഓരോ വർഷവും പറയുന്നുണ്ടല്ലോ. ഇത്ര ചെറിയൊരു പാസേജേ ഉള്ളൂ. ഇത് നമ്മൾ വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു പ്രസി റൈറ്റ് ചെയ്യാം. ഇതിനെ ഒന്ന് ചുരുക്കി എഴുതുക. ഇതിന് ചുരുക്കി എഴുതുമ്പോൾ എത്ര ഉണ്ടാവും? നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഷോർട്ടസ്റ്റിനേക്കാളൊക്കെ ഒരുപാട് ചെറിയ പാരഗ്രാഫ് അല്ലെങ്കിൽ ചെറിയ ഒരു പാരഗ്രാഫ് നമുക്ക് പറയാൻ പറ്റുന്നൊരു സാധനമാണ് നമുക്ക് ഇവിടെ പ്രസി റൈറ്റിങ്ങിന് വേണ്ടി തന്നിരിക്കുന്നത്. സോ അവിടുത്തെ എസ്സേ ടോപ്പിക്ക് നോക്കുക. അതിന് ലെറ്റർ റൈറ്റിംഗ് ആണ് മൂന്നാമതുള്ളത്. ലെറ്റർ റൈറ്റിംഗ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ, അത് ഒഴിവാക്കിയല്ലോ. കഴിഞ്ഞ 2 വർഷമായിട്ട് ലെറ്റർ റൈറ്റിംഗ് ഇല്ല. സോ അത് നമ്മൾ അതിന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നില്ല. പിന്നെ എസ്സേ ടോപ്പിക്കുകൾ നോക്കിയാൽ മതി. ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദിസ് കൺട്രി, ദിസ് സെഞ്ചുറി, സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ചോദ്യം കറണ്ട് അഫെയറുമായി. ഏതെങ്കിലും കറണ്ട് അഫെയർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫൈൻഡിങ്ങിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു ചിലപ്പോൾ നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഇന്നോവേഷൻ ഉണ്ടായേക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അവെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതി പോകാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ എഴുതുന്നത് കറക്റ്റാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്റ്റൈൽ വെച്ച് പറയാം. നിങ്ങൾ എഴുതുന്നത് കറക്റ്റ് ആയിരിക്കണം. അത് എന്തെങ്കിലും ഒരു ബന്ധം ഈ സിലബസ് ആയിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ടുണ്ടാകും, ചോദ്യമായിട്ടുണ്ടാകും. പീപ്പിൾ ഹാവ് ബിക്കം ഓൺലി ഡിപ്പെൻഡൻ്റ് ഓൺ ടെക്നോളജി. രണ്ടും ടെക്നോളജി ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടെക്നോളജിയാണ്, ഒരു സ്റ്റാറ്റിക് GK ടൈപ്പും കൂടെയാണ്. 2019 പോകുന്ന സമയത്ത് പ്രിസി റൈറ്റിംഗ് ഒന്ന് വലുതായി, പാസേജ് ഒന്ന് കൂടി,
ചെറുതായിട്ട് കണ്ടൻറ്റൊക്കെ കൂടിയിട്ടുണ്ട്. 2 പാരഗ്രാഫൊക്കെ കൂടിയിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള കണ്ടൻറ്റും കുറച്ച് ടഫായിട്ടുണ്ട്. ടഫ് എന്നല്ല, നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഇതൊന്ന് 40 മാർക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്ന സമയത്താണ് കേട്ടോ. ഇപ്പോൾ എസ്സേ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ദ ലെസൺസ് ദാറ്റ് കേരള ലേൺ ഫ്രം ദ ഫ്ലഡ്സ് ഓഫ് 2018. കറണ്ട് അഫെയർ ആയില്ലേ ചോദ്യം? കറണ്ട് അഫെയർ നമുക്ക് അങ്ങനെ പറയാം, കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. പിന്നെ അതുപോലെ ദ ചേഞ്ചസ് ദാറ്റ് വി നീഡ് ടു മേക്ക് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം ടു സ്യൂട്ട് ദ 21st സെഞ്ചുറി വേൾഡ്. സയൻസ് ആൻഡ് ടെക്നോളജിയിലോ കറണ്ട് അഫെയർസിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലോ ഒക്കെ നമുക്ക് കൊണ്ടുപോയി ലിങ്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ടോപ്പിക്ക്. 2020 അതുപോലെ തന്നെ പ്രസി റൈറ്റിംഗ് ഒന്നുകൂടെ ഒന്ന് വലുതായി. പക്ഷെ അപ്പോഴും 40 മാർക്ക് തന്നെയല്ലേ എക്സാം. പക്ഷെ ഇതൊന്ന് വലുതായി. ഇത്രത്തോളം വലുപ്പം ഉണ്ടായിരുന്നു പ്രസി റൈറ്റിങ്ങിന് കൊടുത്ത പാസേജ് ആ സമയത്ത്. അതാ പറയുന്നത്, ഇത് ഓരോ വർഷവും നമുക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വരുമല്ലോ. നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ക്യുക്ക് ലേണർ ആവുക അല്ലെങ്കിൽ ക്യുക്ക് റീഡ് ചെയ്യുക, പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര വലിയ പാസേജ് വായിച്ചെടുക്കണ്ടേ നമ്മൾ 2016 ഇങ്ങോട്ട് വരുമ്പോൾ. പ്രസി റൈറ്റിങ്ങിനെ കഴിഞ്ഞ് ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ പോസ് ചെയ്ത് വെച്ചിട്ടോ ഒക്കെ ജസ്റ്റ് വായിച്ച് നോക്കാം കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ടോപ്പിക്കുകൾ. ഒന്നാമത്തെ, ലൈഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് നെഗോഷിയേഷൻ. എന്താ എഴുതുക, എന്ത് വേണമെങ്കിലും എഴുതാമെന്ന് പറഞ്ഞ പോലെ 250 വേർഡ്സ് അവിടെ ഉണ്ട്. 250 വേർഡ്സിൽ എഴുതി നിർത്തണം എന്നുള്ളതാണ്. ഷോർട്ടസ്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി പോകാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ, അങ്ങനെ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകുക എന്നുള്ള, ആ സമയത്തിനുള്ള എഴുതി ഫിനിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്തത്, ആറ്റിറ്റ്യൂഡൽ ഇമ്പാക്ട് ഓഫ് കോവിഡ് പാൻഡമിക് ഓൺ ഹ്യൂമൻ കൈൻഡ്. ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇത് കൊണ്ട് റിലേറ്റ് ചെയ്യാം, കറണ്ട് അഫെയറിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുള്ളതാണ്. 2022 പുതിയ സ്റ്റൈലിൽ വന്ന, പുതിയ സ്ട്രക്ചറിൽ വന്ന എക്സാമിനെ കുറിച്ച് നോക്കാം. അതിനകത്ത് പ്രസി റൈറ്റിംഗ് 90 to 100 വേർഡ്സ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോളോയിങ് പാസ് മേക്ക് എ പ്രസി ഓഫ് ഇറ്റ് ഇൻ 90 to 100 വേർഡ്സ് എന്ന് വെച്ചാൽ കറക്റ്റ് സ്ട്രക്ചർ അവർ തന്നു. 90 to 100 വേർഡ്സിൻ്റെ ഉള്ളിൽ ഇത് മുഴുവൻ പ്രസി ആക്കിയിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഒന്ന് വായിച്ചു നോക്കുക. ഒരു വൈറസിന് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അതിന് ജീവിക്കാൻ മറ്റൊരു ഹോസ്റ്റ് വേണം, ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, പിന്നെ മൈക്രോബ്സ്, അങ്ങനെ വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥകളുണ്ട്. ഇത് പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും വൈറസിനെ കുറിച്ചൊക്കെ. അതൊക്കെ വെച്ചിട്ട് അങ്ങ് എഴുതുക തന്നെ എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇതിന് വേണ്ട സ്കില്ലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം കേട്ടോ. പ്രസി റൈറ്റിംഗ് ഒന്നും നമുക്ക് അത്ര എളുപ്പത്തിൽ അങ്ങ് എഴുതാൻ പറ്റുന്നില്ല. കാരണം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ എഴുതും തോറും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ വാചകങ്ങൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ അവിടെയാണ് കോംപ്രിഹെൻഷൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. കോംപ്രിഹെൻഷന് വേണ്ടി കൊടുത്തേക്കുന്ന പാസേജാണിത്. 10 ക്വസ്റ്റ്യൻ, 2 മാർക്ക് ഒന്നിന്, ഒരു നോട്ട് മോർ ദാൻ 3 സെൻറ്റൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 3 സെൻറ്റൻസിൽ കൂടരുത് ഒരു ഉത്തരവും. സെൽഫ് ഡിഫെൻസ്, ക്രിമിനൽ ലോ സാധനങ്ങളൊക്കെയാണ്. ജുഡീഷ്യറി അവയർനെസ് ഒക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് പഠിക്കാവുന്ന ടോപ്പിക്കാണ് ഇതൊക്കെ. സോ അതിനുള്ള ചോദ്യങ്ങളായിരുന്നു ഇത്. വൈ വാസ് ദ ബാലൻസിങ് എക് മെൻഷൻ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പാസേജ് എ ഡിഫിക്കൽട്ട് വൺ എന്ന് പറയുന്നത് ഒക്കെ ഡയറക്റ്റ് ചോദ്യമാണ്. പിന്നെ വാട്ട് കൈൻഡ് ഓഫ് ഫോഴ്സ് മേ ബി യൂസ്ഡ് ബൈ എ പേഴ്സൺ അഗെയിൻസ്റ്റ് എ ബർഗ്ലർ ഹു മേക്സ് ഇൻ ടു ഹിസ് ഹൗസ് അറ്റ് നൈറ്റ്. ആർക്കും ഉത്തരം അതിനകത്ത് ഉണ്ടാവും. ഈസ് പ്രീ എമിറ്റീവ് ആക്ഷൻ ഇൻ സെൽഫ് ഡിഫെൻസ് പെർമിറ്റഡ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെ ഉണ്ട്. പക്ഷേ നമ്മൾ അതിനൊരു 3 സെൻറ്റൻസിലൊന്ന് എഴുതി വെക്കണം. അതിനകത്ത് നമ്മൾ വൈ അല്ലെങ്കിൽ വൈ നോട്ട് എന്ന് പറയുന്ന പോലെ അടുത്ത ക്വസ്റ്റ്യനിൽ അങ്ങനെ വൈ നോട്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വുഡ് യു അഗ്രി ദാറ്റ് മാൻസ്ലോട്ടർ ഈസ് എ മോർ സീരിയസ് ചാർജ് ദാൻ മർഡർ? വൈ ഓർ വൈ നോട്ട്, എന്തുകൊണ്ട്? നമുക്ക് വേണമെങ്കിൽ എസ് എഴുതാനുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ഡയറക്റ്റ് ചോദ്യം കേട്ടോ. നമുക്ക് ഈ പാസേജിൽ നിന്ന് അത്യാവശ്യം നമുക്കൊന്ന് വായിച്ചാൽ ഒക്കെ എഴുതിയെടുക്കാം. 1-2 തവണ വായിച്ചാൽ നമുക്ക് വേണമെങ്കിൽ കിട്ടും. നല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം വായിച്ചതിന് ശേഷം പാസേജ് വായിക്കുകയാണെങ്കിൽ നമുക്ക് അന്നേരം എവിടെയൊക്കെ ആൻസർ ഉണ്ടോ അത് നോക്കി ഒന്ന് എഴുതി പോകാവുന്ന കാര്യമാണ്. നമ്മുടെ ഭാഷയിലോട്ടൊന്ന് എഴുതിയാൽ മതി. സോ അതിൻ്റെ ഷോർട്ടസ്റ്റ് ആയിട്ട് ടോപ്പിക്കുകൾ 150 വേർഡ്സ് ഓൺ ഈച്ച് എന്നുള്ളതാണ്. ടോട്ടൽ നേരത്തെ 250 വേർഡ്സിൽ ഒറ്റ എസ് എഴുതിയപ്പോൾ ഇവിടെ 150ൻ്റെ 2 300 വേർഡ്സ് നമ്മൾ ആകെ എഴുതണം. അതിനകത്ത് ദ എഫക്റ്റ് ഓഫ് ദ പാൻഡമിക് ഓൺ ദ ജുഡീഷ്യൽ പ്രോസസ്. നമ്മൾ കോവിഡിനെ കുറിച്ച് പറഞ്ഞല്ലോ, തൊട്ട് മുന്നത്തെ വർഷവും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കോവിഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. പിന്നെ അത് ജുഡീഷ്യൽ പ്രോസസ്സിൽ എഫക്റ്റ് എങ്ങനെ, അതാണ് ഈ ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ടോപ്പിക്കുകളെ, കറണ്ട് അഫെയറിനെ, ജുഡീഷ്യറിയെ, സയൻസ് ആൻഡ് ടെക്നോളജീനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമായിട്ട് മാറി. പിന്നെ ഹൈബ്രിഡ് ലേണിംഗ് വന്നു. എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ നോക്കിയല്ലോ, എഡ്യൂക്കേഷൻ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഹൈബ്രിഡ് ലേണിങ്ങിലോട്ട് മാറി. അത് കറണ്ട് അഫെയറും കൂടെ ആണ്. കാരണം കോവിഡ് പാൻഡമിക്കിന് ശേഷം നമ്മൾ ഹൈബ്രിഡ് ലേണിങ്ങിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തു തുടങ്ങി. കറണ്ട് അഫെയറായി. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ച അതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് ഇതിന് എവിടെയൊക്കെ ലിങ്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതുക. ഒരു നല്ല ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക, നിങ്ങൾക്ക് ഒരു ബോഡി ടു ദ ടോപ്പിക്കിൽ ഒരു നല്ല ബോഡി ഉണ്ടാവുക, നിങ്ങൾക്ക് അത് നല്ല വൃത്തിയായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. അതിനകത്ത് ഗ്രാമർ കറക്റ്റ് ആയിരിക്കുക, വൊക്കാബുലറി കറക്റ്റ് ആയിരിക്കുക എന്ന് പറയുന്ന പോലെ മറ്റ് തെറ്റുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റുക. പിന്നെ അടുത്തൊരു ട്രയൽ ബൈ മീഡിയ എന്നുള്ളതാണ്.
റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ കറണ്ട് അഫെയർ ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. 2024 നമ്മൾ നേരത്തെ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ടഫായിരുന്നു എന്ന് പറയാം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതെങ്ങനെയാണ് ടഫായിട്ട് വരുന്നതെന്നുള്ളത്. ഓരോ സെൻറ്റൻസിൻ്റെയും വലിപ്പം കൂടി വരുന്നുണ്ട്. പ്രസീസ് റൈറ്റിങ്ങിൻ്റെ എന്താ പറയുക, ആ കണ്ടന്റിൻ്റെ വലുപ്പവും ലെങ്ത്ത് കൂടി വരുന്നുണ്ട്. നമ്പർ ഓഫ് വേർഡ്സ് എന്നുള്ള രീതിയിൽ തന്നെ കൂടി നമ്മൾ വായിക്കാൻ തന്നെ സമയം എടുക്കുന്നുണ്ട്. സോ നമ്മൾ കുറച്ച് സമയം എടുത്ത് വായിച്ചിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അത് തന്നെ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ടഫ് ആവുന്നത്. നമുക്ക് സമയം ഉണ്ടാവില്ലേ, അത് പതുക്കെ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പതുക്കെ ആൻസർ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. 1 മണിക്കൂറിൽ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. മുൻപ് അത് 40 ആയിരുന്നു, ഇപ്പോൾ 60 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2024 പ്രസി റൈറ്റിങ്ങിനകത്ത് എന്താ 90 to 100 വേർഡ്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. റെഡ്യൂസിങ് ഇറ്റ് അറൗണ്ട് 1/3 ഓഫ് ഇറ്റ്സ് ലെങ്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പീപ്പിൾ ടുഡേ ആർ മച്ച് എന്താ പറയുക എന്ന് പറഞ്ഞത് തുടങ്ങി പോകുന്നുണ്ട്. സ്റ്റഡീസ് ആൻഡ് ടു കൺട്രീസ് ആൻസർ ലാർജ് ദാറ്റ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് പാരഗ്രാഫുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് മൊത്തം കണ്ടന്റ് വായിച്ചിട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ബാച്ചുകൾ കോഴ്സുകൾ നമ്മുടെ അധ്യാപകർ നല്ല രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും, ചെയ്ത് കാണിച്ചു ലൈവായിട്ട് തന്നെ അവർ ചെയ്ത് കാണിച്ചു തരും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടക്കത്തിൽ ഒരു സെൽഫ് അസസ്മെൻറ്റ് ഒരു സ്റ്റൈലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ പഠിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുക. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ സ്വയം പഠിച്ചു തുടങ്ങുക ഞങ്ങളോടൊപ്പം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റൈൽ. കാരണം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ ഇതൊന്നും നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എഴുതിയിട്ട് ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ സ്റ്റൈലും ഒരു ഫ്രെയിമും നിങ്ങളുടേതായിട്ടുള്ള ഒരു എഴുത്ത് ശൈലിയൊക്കെ രൂപീകരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക വാചകങ്ങളും വാക്കുകളും അറിയാം, കുറച്ച് ശൈലികളൊക്കെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ ആ രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്ത കോമ്പ്രിഹെൻഷനിലോട്ട് പോകുന്ന സമയത്തും 10 മാർക്ക്, 10 ക്വസ്റ്റ്യൻ 2 മാർക്ക്, 20 മാർക്ക് ആകെ. 3 സെൻറ്റൻസ് മതി. വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ എഫക്റ്റ് എന്ന് പറഞ്ഞു, ബീൻ വിക്ടിമൈസ്ഡ് ബൈ എൻ ഇൻറ്റിമേറ്റ് പാർട്ണർ എന്നൊക്കെ പറഞ്ഞു, യു ഹാവ് ബീൻ അസാൾട്ടഡ് ഓർ ബെറ്റർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സാധനം മുഴുവൻ വായിക്കണം. ഇതൊക്കെ വായിക്കുമ്പോൾ ഏകദേശം ഒരുപോലെയൊക്കെ ഉണ്ടാവും, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണേ. സോ വാട്ട് ആർ ദ ഓർഡിയൽസ് എക്സ്പീരിയൻസ് ബൈ വിമൻ ഹു ഹാവ് ബീൻ വിക്ടിമൈസ്ഡ് ബൈ എൻ ഇൻറ്റിമേറ്റ് പാർട്ണർ ഓർ എ സ്ട്രേഞ്ചർ? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. പിന്നെ വാട്ട് ആർ ദ ഹാർഷ് റിയാലിറ്റി അസാൾട്ടഡ് വിമൻ ഡീൽ വിത്ത് ഇൻ ലൈഫ്? ഇതൊക്കെ നമുക്കൊരു ഷോർട്ട് എസ്സേ എഴുതി പഠിക്കാവുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ 3 സെൻറ്റൻസിൽ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പാസേജിൽ തന്നെ ആൻസർ ചെയ്ത് പോകുന്നതായിരിക്കും നന്നാവുക എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഭാഷയിലോട്ട് എഴുതാതെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതായിട്ട് ബന്ധപ്പെട്ട്, അത് നമുക്ക് മനസ്സിലാവണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വാട്ട് ഈസ് അഡ്വക്കസി സർവീസ്? അതൊരു ജനറൽ ചോദ്യം പോലെ അല്ലേ. ഇപ്പോൾ 2022 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ജനറൽ ചോദ്യത്തിൻ്റെ ഒരു ട്രെൻഡോ അല്ലെങ്കിൽ ഒരുപാട് ദീർഘമായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളോ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നും നമുക്ക് തോന്നുന്ന രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എസ്സേ ടോപ്പിക്കുകൾ നോക്കാം. ഷോർട്ട് എസ്സേ 150 വേർഡ്സ് ആണ്. ഈ 3-ൽ ഏതെങ്കിലും 2 അത് സെയിം ആണ്. ദ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ജൂറിപ്രുഡൻസ് എന്ന് വെച്ചാൽ ജുഡീഷ്യറി ആയി, സയൻസ് ആൻഡ് ടെക്നോളജി ആയി, കറണ്ട് അഫയേഴ്സ് ആയി, ഈ പറയുന്ന എല്ലാത്തിനും പ്രാധാന്യമുള്ള രീതിയിലായി ചോദ്യം. 150 വേർഡ്സ് മതി. അപ്പോൾ നമുക്ക് ഓരോന്നിനെയും ലിങ്ക് ചെയ്തിട്ട് 50 വേർഡ്സ് വെച്ച് എഴുതാൻ പറ്റിയാൽ 150 വേർഡ്സ് ആവും. അത് കൃത്യമാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല, നമുക്കിത് സുഖമായിട്ട് രക്ഷപ്പെട്ടു പോകാവുന്നേ ഉള്ളൂ. അവിടെയാണ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓവർ ദ പാസ്റ്റ് ഡിക്കേഡ്. വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യമല്ലേ. നമ്മൾ കൃത്യമായിട്ടൊന്നും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നോക്കിയാൽ മതി. കഴിഞ്ഞൊരു വർഷത്തിലോ അല്ലെങ്കിൽ ഒരു 5 വർഷത്തിൽ നടന്ന മാറ്റങ്ങളോ കാലാവസ്ഥ മാറ്റം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ ഇതിനകത്ത് കണ്ടെത്തുക, നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അതിനെ എഴുതി വെക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് വൃത്തിയായിട്ട് എഴുതി വെക്കുക. പിന്നെ ഗ്ലോബൽ ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക് സാങ്ഷൻസ്, നമുക്ക് എന്തെങ്കിലും അതൊക്കെ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയാവുന്ന രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ്. സോ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ നമുക്കൊന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. പ്രിപ്പറേഷനുള്ള പ്രയോറിറ്റി ഏരിയാസൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ട് പോകാം. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, ഒന്ന് എഴുതിയൊക്കെ നോക്കുക. നമുക്ക് എത്രത്തോളം ഇപ്പോൾ കാര്യങ്ങൾ അറിയാം, സെൽഫ് അസസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ ഇപ്പോൾ അറിയാം, നമ്മൾ എന്തൊക്കെ പഠിക്കണം, നമ്മൾ എവിടെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് നമുക്കൊരു 150 വേർഡിൽ എന്താ എഴുതാൻ പറ്റുക നോക്കാം. അതിന് എവിടെ വേണമെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആർട്ടിഫിഷ്യലി എന്താ പറയുക AI കൊണ്ടുവന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിധിന്യായങ്ങൾ കിട്ടുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തിൽ നടന്നേ നോക്കുക. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് നോക്കുക. നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചേക്കുക.
എന്നിട്ട് എഴുതി നോക്കുക. നമ്മൾ മാക്സിമം എഴുതുക. ഈ ടോപ്പിക്കുകളൊന്നുമല്ല, ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ എഴുതി നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറും ഒരു ഭാഷയും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ജുഡീഷ്യറി ആൻഡ് ആക്സസ് ടു ജസ്റ്റിസ് എന്ന് പറയുന്നതിലൊന്ന് എഴുതി നോക്കുക. ഇത് നിയമബിരുദോ അല്ലെങ്കിൽ അതുപോലത്തെ ബിരുദങ്ങളൊന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ BCom അതുപോലെയുള്ള ബിരുദങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഇനി ഇതൊന്നുമില്ലാത്ത മറ്റ് ബിരുദങ്ങളുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കും. നമ്മൾക്ക് എവിടെയും കാണുന്ന വാർത്തകൾ മാത്രമായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കേരള PSCക്ക് പഠിക്കുന്ന ഒരു സ്റ്റൈലിൽ നമ്മൾ ഇന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇന്നത് എന്താണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് എടുത്തോ, അതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് എഴുതാനോ ഒന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. സോ അങ്ങനെ നമുക്ക് എഴുതാനോ ചെയ്യാനൊക്കെ പറ്റണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്, സോഷ്യൽ മീഡിയയെക്കുറിച്ച്, സോഷ്യൽ മീഡിയയുടെ ഏത് ആസ്പെക്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്, അതുപോലെ എസ്എ ടോപ്പിക്കിൽ വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷനെ കുറിച്ചുണ്ട്, എഡ്യൂക്കേഷൻ റിഫോംസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഒരുപാട് ആംഗിളിൽ കാണാൻ പറ്റും, ഒരുപാട് ആസ്പെക്റ്റിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ നമ്മളതിന് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എക്സാമിനാണ്. അതായത് കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഹൈബ്രിഡ് ലേണിംഗ് മുൻപ് ചോദിച്ച ചോദ്യമാണ്. നിങ്ങളൊന്ന് എഴുതി നോക്കുക, കഴിഞ്ഞ ടോപ്പിക്കുകളൊക്കെ എഴുതി നോക്കുക. അങ്ങനെ എഴുതി നോക്കിയാൽ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് എഴുതി ആ ഓർഡറിൽ, ഇങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതി വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ്സും സ്റ്റാൻഡേർഡും സ്റ്റൈലും ഒക്കെ എങ്ങനെയാണ് മാറുന്നത്, എങ്ങോട്ടേക്ക് ഇത് പോകുന്നതാണ്. സോ ഗുഡ് ഗവേണൻസ് നമ്മൾ പറഞ്ഞു, ആക്സസ് ടു ജസ്റ്റിസ് അല്ലെങ്കിൽ റോൾ ഓഫ് യൂത്ത് ഇൻ നാഷൻ ബിൽഡിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ നോക്കുക. ഫ്യൂച്ചർ ഓഫ് വർക്ക് ആൻഡ് ഓട്ടോമേഷൻ, AI ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഴുതി നോക്കാം. എത്തിക്കൽ യൂസ് ഓഫ് ടെക്നോളജി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഴുതി നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ മീഡിയനെ വെച്ചുകൊണ്ട് നോക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് നോക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതിയൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഇതും നമുക്ക് എത്രത്തോളം പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് എന്നുള്ളതും. അപ്പോൾ എന്തായാലും ഞങ്ങളെ ബാച്ചുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. ഈ എക്സാമിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക, ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്, നമ്മൾ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.